നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അനിയുടെ അടുത്ത് വന്ന് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, സാറേ ഇന്ന് പോക്കുണ്ടാവുമെന്ന് തോന്നില്ല. അതെന്ത് പറ്റിയിടോ? അതെ, കിഴക്ക് മലയില് നല്ല ഉരുളുപൊട്ടലായിരുന്നു. അതുകൊണ്ട് വഴിയിലെ കുറച്ച് റോഡിന്റെ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ നന്നാക്കിയാൽ മാത്രമേ വണ്ടിയൊക്കെ കടന്നു പോകത്തുള്ളൂ. അല്ല, വേറെ വഴിയൊന്നും ഇല്ല ഇവിടുന്ന് പോവാനായിട്ട്. ഇതാണൊരു നല്ല വഴിയുള്ളത്. പിന്നെ ദുർഘടമായ ഏതൊക്കെ വഴികളുണ്ടെന്ന് തോന്നേ. പക്ഷെ അതിലൂടെയൊക്കെ യാത്രയൊന്നും പോകാൻ പറ്റില്ല സാറേ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പൊ എന്താണെങ്കിലും ആ റോഡ് നന്നാക്കാനായിട്ട് ആൾക്കാർ വരണം. അവര് വന്ന് അതൊക്കെ നന്നാക്കിയാൽ മാത്രമേ ഇനി ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഉച്ചവരെ എന്താണെങ്കിലും നോക്കുക പോലും വേണ്ട. അയ്യോ, ഇനിയിപ്പൊ ഞാൻ അവളോട് എന്തു പറയും? നന്ദുവിനോട്. കാരണം ഇന്ന് പോണമെന്ന് പറഞ്ഞിരിക്കുന്ന. സാറേ, ഇങ്ങനെയുള്ള യാത്രയൊക്കെ തിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതണം. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളൊക്കെ അല്ലേ, എപ്പോഴേത് സമയത്താ ഉരുളുപെട്ടുന്ന എന്താണെന്നും പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രിയിൽ ഒരു 1:30 കഴിഞ്ഞതിന് ശേഷം എന്തൊരു ഇടിയും മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ആ സമയത്താണ് ഉരുളുപൊട്ടൽ ഉണ്ടായത്. എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ഇനിയിപ്പം നന്ദുവിനോട് പറഞ്ഞു കഴിയുമ്പത്തേനും നന്ദു എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞതുമാണ്. പിന്നീട് അനി നന്ദുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നന്ദു ഇന്ന് പോക്കുണ്ടാവുമെന്ന് തോന്നില്ല. അതെന്താ ഇനി അങ്ങനെ പറഞ്ഞത്? അതെ, ഉരുള് പൊട്ടി റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോയെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ എന്തെങ്കിലും താൽക്കാലിക പാലം എന്തെങ്കിലും ഇട്ടാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അയ്യോ, അപ്പൊ വേറെ വഴിയൊന്നും ഇല്ലേ പോവാനായിട്ട്? വേറെ വഴിയൊന്നും ഇല്ലെന്നാണ് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത്. അശോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന്. ഇനിയിപ്പോ ഉച്ച കഴിയും എങ്ങാനും ചിലപ്പോൾ റോഡ് നന്നാക്കി വരാനായിട്ട്. പക്ഷേ എങ്കിൽ നമുക്കത് വിശ്വസിച്ചിരിക്കാനും പറ്റത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതെ, പോയി നോക്കാം. പക്ഷേ എങ്കിൽ പോയി നോക്കിയിട്ടും പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. അല്ല, അപ്പൊ ഈ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോണം നമ്മള്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, വെക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞിട്ട് പോവാനി. ഇനി നമ്മൾ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം ചെയ്യാം, അയാളോട് സംസാരിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവർ പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാഹനങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. ആ സമയം അനി ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, എന്തേട്ടാ ഇതിലൂടെ വണ്ടി പോകത്തില്ലേന്ന് ചോദിച്ചു. റോഡേ മൊത്തം പോയി കിടക്കുവാന്നാ പറഞ്ഞേ. കിഴക്ക് മേലയിൽ ഉരുളുപൊട്ടി വന്നിരിക്കുക. റോഡ് പകുതി പോയി. ഇനിയിപ്പം വല്ല താൽക്കാലിക പാലം ഇട്ടാൽ മാത്രമേ പോകത്തുള്ളൂ. അയ്യോ, അപ്പൊ വേറെ വഴിയൊന്നും ഇല്ലേ? വേറെ വഴിയൊന്നും ഇല്ല. ഈ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട്. പെട്ടു, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒടുവില് നന്ദുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും നന്ദു? എനിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് വിളിച്ചു പറ ഇന്ന് ചെല്ലത്തില്ലാന്ന്. എന്റെ അനി, നീ ഇതെന്ത് വർത്താനാ പറയണത്? നിനക്കറിയാലോ എന്തേ, ഇന്നലെ ഹാഫ് ഡേ ലീവ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് ലീവ് പോലും എടുത്തിട്ടില്ല. നന്ദു, നമുക്ക് പോകുമായിരുന്നെങ്കിൽ നമുക്ക് പോകുമായിരുന്നു. കാരണം 6:45 കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യമായി പോയില്ലേ? അതെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അനി. പക്ഷെ അറിയാലോ, വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോരാത്തതിന് നവീനയുടെ ആലോചന വന്നിരിക്കുന്ന സമയമാണ്. വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ. അനി പറഞ്ഞു, അത് ശരിയാ, നീ എന്റെ കാര്യമൊന്നും ഓർത്തു നോക്കെ. ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്റെ അമ്മ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് പോകാനും പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഇവിടെ നിൽക്കാനാണോ അതോ അവിടെ റൂമിലേക്ക് പോകാനാണോ പ്ലാന്? ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ ഇനി? നമുക്കൊരു കാര്യം ചെയ്യാം, റൂമിലേക്ക് തന്നെ പോകാം. വഴി നന്നാക്കിയാൽ മാത്രമേ ഇനി കടന്നു പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ അവര് തിരികെ റൂമിനവിടെ വരുവാണ്. അപ്പോഴേക്ക് സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. സാറേ, ഞാൻ അപ്പോഴാ പറഞ്ഞല്ലേ പോവണ്ടാന്ന്. എടോ, പോവണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയതാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ വണ്ടികളെല്ലാം കിടക്കുവാണ്. ഞാൻ അത് തന്നെയാ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പൊ ഉച്ചയെങ്കിലും കഴിയും ആ വഴിയൊക്കെ ഒന്ന് നന്നാക്കി വരാനായിട്ട്. ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഉച്ച കഴിയുമ്പോഴത്തേനും മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ വീണ്ടും അതിലൂടെയുള്ള പോക്കെന്ന് പറഞ്ഞ് ദുർഘടമായിരിക്കും. എപ്പോഴാ ഏത് സമയത്ത് ഉരുളുപൊട്ടുന്നത് പറയാൻ പറ്റത്തില്ല. രാത്രിയാണ് പ്രത്യേകിച്ചും. അത് കേട്ടത് അനി പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രിയിലല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ. ഓ, അത് സാറിന്റെ ഒക്കെ ഭാഗ്യം. ഇന്നലെ ഒരു ആപത്തും കൂടാതെ ഇവിടം വരെ എത്തിയത്. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, ശരിയാ, അത് ഭാഗ്യം കൊണ്ട് തന്നെയാ. ശരിക്കും ഇപ്പോഴും ഓർക്കുമ്പോഴാ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നേ. ഇന്നലെ രാത്രി അത്രയും പാതിരാത്രി സമയത്ത് അവിടെ കടന്നു വരുകയും ചെയ്തതാ. ആ സമയത്ത് അനി പറഞ്ഞു, ഓ എന്താ, ഓ രാത്രി വന്ന ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു പോയാല് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് പോവും അല്ലേ നന്ദു? സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, അത്രയ്ക്ക് മുടിഞ്ഞ പ്രേമല്ല സാറേ. കൊള്ളാലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും അനി നന്ദുവിനെ നോക്കി. നന്ദു പറഞ്ഞു, അതെ ചേട്ടൻ ഞങ്ങളുടെ പ്രണയത്തിന്റെ ആളൊന്നും അളക്കാൻ വരണ്ട, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. ആ സമയം
അനി അയാളോട് ചോദിച്ചു, ചേട്ടാ അവൾ ആരാന്ന് ചേട്ടൻ അറിയാവോ? സാറിന്റെ കാമുകയല്ലേ. തൽക്കാലത്തേക്ക് അത്ര അറിഞ്ഞാ മതി, കൂടുതൽ അറിയണ്ട. ഇവിടെ അടുത്തെവിടെയെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഒരു 3 കിലോമീറ്റർ അപ്പുറമുണ്ട്. എങ്കിൽ ചേട്ടൻ സൂക്ഷിച്ചിരുന്നോ. ഇനി ഇതുമാതിരി വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോ പോലീസ് സ്റ്റേഷൻ സാറിന് ചേട്ടൻ നല്ല ഇടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അയ്യോ അത് വേണ്ടാന്ന് പറഞ്ഞു. ചേട്ടാ ഇവിടെ റേഞ്ച് കുറവല്ലേ? അതെ റേഞ്ച് കുറവാ. അല്ല അത്യാവശ്യമായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ ലാൻഡ് ഫോൺ ഉണ്ട്, അതിനകത്തൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അനി നന്ദുവിന്റെ അടുത്തേക്ക് എന്നു. എന്നിട്ട് പറഞ്ഞു, നന്ദു നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താടാ? നമുക്ക് രാകേഷിനെ വിഘ്നേഷിനെ ഒക്കെ വിളിച്ചാലോ, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാലോ? എടാ അവരെങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. ഇവിടേക്ക് വരണ്ട, നമ്മൾ ഇവിടുന്ന് അപ്പുറം കടന്നു കഴിയുമ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്ത് നിന്നാ മതി. ഒരു പക്ഷേങ്കില് അവരൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചായിരുന്നു. അല്ലാതെ നമ്മൾ രണ്ടുപേരും തനിച്ചാന്ന് അറിഞ്ഞു കഴിയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അത് ശരിയാ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാം. ലാൻഡ് ഫോണിന് റേഞ്ച് ഉണ്ട്, അല്ലാതെ റേഞ്ച് ഇല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ് അവര്. പിന്നീട് അനി വിഘ്നേഷൻ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എടാ നീ ഇത് എവിടാന്ന് ചോദിച്ചു. എടാ ഒന്നും പറയണ്ട, ഞാനും അനി നന്ദുവും കൂടെ പൊന്മുടി പെട്ടുപോയിരിക്കുക. പൊന്മുടിയിലോ? എന്താ ഇന്ന് രാവിലെയാണോ പോയത്? എടാ ഇന്നലെ വൈകുന്നേരം പോന്നാ. മനസ്സിലായി. അപ്പോഴേക്കും അനി പറഞ്ഞു, എടാ നിന്റെയൊക്കെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? എടാ ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല, ആകെപ്പാടെ പെട്ടിരിക്കുക. പിന്നീട് കാര്യം പറയണം. ഒരു കാര്യം ചെയ്യുക, നീ രാകേഷിനെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എടാ അതിന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ, പോരാത്തിന് ഞങ്ങൾക്കാണ് കുറെ ജോലി തിരക്കും കാര്യങ്ങളും ഉണ്ട്. എടാ അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും വന്നേ മതിയാവുള്ളൂ. അപ്പോഴേക്കും നന്ദു ഫോൺ വാങ്ങി. എടാ അറിയാലോ, ഞങ്ങൾ പറയുന്ന പോലെ നീ ഒന്ന് അനുസരിക്കുക. നോക്കാം, എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അവന്മാരെന്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ അവിടെ വന്ന് നിൽക്കും, അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ? അനു പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കില് വീട്ടിലെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. നന്ദു പറഞ്ഞു, ഒന്നാമത്തെ കാര്യം നവീനേട്ടന്റെ പ്രപ്പോസൽ വന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ, അതിനേക്കാൾ ഉപരി എന്റെ അച്ഛനും അമ്മയും എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പിന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാകുകയും ചെയ്യും. ഈ സമയത്ത് അനി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ശരിക്കും പറഞ്ഞാല് ഇതൊരു നല്ലൊരു ഓർമ്മ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ നമ്മളൊരു പ്രശ്നമില്ലാതെ പോകുമായിരുന്നെങ്കിൽ നിന്റെ നല്ല ഓർമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ നീ ഇത് എന്ത് ഭാവിച്ച എങ്ങനെയൊക്കെ പറയണത്? ഇനി എന്നെ ഇങ്ങനത്തെ ട്രിപ്പ് ഒന്നും വിളിച്ചേക്കരുത്, ഞാൻ വരത്തില്ല. അതെ ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞാല് നീ വരും, എനിക്കറിയാം നീ വരൂന്ന്, നിനക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, നമ്മളിപ്പോ ഒരുമിച്ചാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുറിയിലൊക്കെ കിടന്നേന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് കേട്ടപ്പോ അനു പറഞ്ഞു, അത് ശരിയാ, ഇപ്പൊ തന്നെ ആ സെക്യൂരിറ്റിക്കാരൻ കണ്ടില്ലേ, അയാളുടെ നോട്ടവും മട്ടവും ഭാവവും കാര്യങ്ങളൊക്കെ. അല്ല അയാൾക്ക് 2 എണ്ണത്തിന് കുറവുണ്ട്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇനിയിപ്പൊ അയാളെ തല്ലാൻ പോരണം. അല്ല ഒരു കാര്യം ചെയ്താലോ, നീ SI ആയിരുന്നങ്ങ് പറഞ്ഞാലോ? ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവുള്ളൂ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ടെൻഷനാണ് താനും. ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല. അതൊക്കെ ഓർത്തിട്ടാ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നന്ദു നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കാതിരിക്കുക. ഒന്നുമില്ലേലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മള് ഒന്നാൻ പോകുന്നല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ. എടാ നീ ഇതെന്തറിഞ്ഞിട്ടാ പറയണേ? നിന്റെ ഡിവോഴ്സും കാര്യങ്ങളും പോലും കഴിഞ്ഞിട്ടില്ല. അതെ ഡിവോഴ്സ് അധികം വൈകാതെ കഴിയുമല്ലോ. അപ്പോഴോ? എടാ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ സമ്മതിക്കുമോ? എന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ സമ്മതം വേണം. ഓഹോ, അപ്പൊ അവരുടെ എല്ലാവരുടെ സമ്മതം മേടിച്ചിട്ടോ നീ എന്റേതാകത്തുള്ളല്ലേന്ന് ചോദിച്ചു. പിന്നല്ലാതെ, അതിനു മുമ്പ് അങ്ങനെ വല്ല സംഭവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, നിനക്കറിയാലോ. നീ അതൊന്നും ഓർത്ത് മഞ്ഞു കൊള്ളുവാൻ വേണ്ട. പിന്നെ ഇനി ഇതുപോലത്തെ യാത്ര ഞാൻ വരത്തില്ല, എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ട്. അപ്പോഴേക്ക് സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് വന്നു. സെക്യൂരിറ്റിക്കാരൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അനിയോട് പറഞ്ഞു, എടാ വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അനി ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ ദോശയും ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം, എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഭ്രാന്താ. വേണമെങ്കിൽ ഒരു ഓംലേറ്റും കൂടെ അടിച്ചു തരാം. ശരി എന്ന് പറഞ്ഞു അങ്ങനെ സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അനി പറഞ്ഞു, അയാൾക്ക് കാര്യമായിട്ട് ടിപ്പൊക്കെ കൊടുക്കണമെന്ന് ഓർത്താ, പക്ഷെ അയാളുടെ സ്വഭാവം കാരണം അത് അയാളെ തന്നെ ഇല്ലാതാക്കുന്ന തോന്നുന്നേ. നന്ദു പറഞ്ഞു, തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, എങ്ങനെയെങ്കിലും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കാൻ നോക്കണം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ രണ്ടും പെട്ടുപോയതാന്ന് പറഞ്ഞു.
ഇത്തിരി കഴിഞ്ഞപ്പോൾ ദേവേനയുടെ അടുത്തേക്ക് ആദർശം നയനയും കൂടെ ചെന്നു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അവരെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? ഒന്നുമില്ലമ്മേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ടാ ടെൻഷൻ. എന്നാണെങ്കിലും അനിയും വരാത്ത സ്ഥിതിക്ക് രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം. ദേവേനി പറഞ്ഞു, അതിനുള്ള സാധ്യത വളരെ കൂടുതലാ. അല്ലെങ്കിലും മുത്തശ്ശന്റെ മുന്നിൽ നിന്ന് അവൻ ഇത്ര ധൈര്യത്തോടെ പറയത്തില്ല അവളെ ഇഷ്ടമാന്ന്. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ പറഞ്ഞത്. നന്ദുവിന്റെ കാര്യമാണെങ്കിലോ? അപ്പോഴേക്കും നയന പറഞ്ഞു, അതെനിക്കും തോന്നിയിട്ടുണ്ട്, നന്ദുവിനും അവനെ ഭയങ്കര ഇഷ്ടമാന്ന്. ദേവേനി പറഞ്ഞു, അത് ശരിയാ, ചില സമയത്ത് അവരുടെ നോട്ടം മട്ടം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ആദർശ് പറഞ്ഞു, ഇനിയിപ്പം നവീന്റെ ആലോചന വന്നിരിക്കുന്ന സമയം കൂടെ അല്ലേ, അതുകൊണ്ട് നന്ദുവിന്റെ വീട്ടുകാർ ഒട്ടും സമ്മതിക്കത്തുമില്ല. ദേവേനി പറഞ്ഞു, നവീനുമായിട്ടുള്ള ആലോചന അതൊരു പക്ഷെ നന്ദുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പോക്ക്. നയന പറഞ്ഞു, അത് ഞാനും ആലോചിച്ചു. പക്ഷെ നവീൻ നല്ല സ്വഭാവമുള്ള ആളല്ലേ അമ്മേ? അതെ, നവീൻ മാത്രമല്ല അവരുടെ കുടുംബത്തിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാ. നന്ദുവിന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു നല്ലൊരു വീടാണ് താനും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നന്ദുവിന്റെ മനസ്സിൽ അനിയാണെങ്കിൽ ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടോ കാര്യമില്ല. ഈ സമയത്ത് നയനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ ആദർശേട്ടാ, കോൾ എടുക്കാൻ പറഞ്ഞു. നന്ദു ആയിരുന്നു. ചേച്ചി, ഞാൻ നന്ദുവാ. നീയോ? നീ ഇത് എവിടെയാ മോളെ? അതെ, ഞങ്ങളൊരു സ്ഥലത്ത് പെട്ടിരിക്കുക. ഞങ്ങളെന്ന് പറഞ്ഞാ അതെ, ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അല്ല, ആ കൂട്ടത്തില് അനിയുണ്ടോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ചേച്ചി. അതെ, ഇവിടുന്ന് പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചാ. പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് നന്ദു. അനിയെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുക, കാരണം കൂടുതൽ സംസാരിക്കണ്ടെന്ന്. അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നയന അവരോട് പറയാണ്, ആദർശനോടും നയനയോടും. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, നീ ആ ഫോൺ നമ്പർ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഫോൺ നമ്പർ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല ഇത് പൊന്മുടിയിലെ നമ്പറാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം പൊന്മുടിക്കായിരിക്കും അവർ പോയിട്ടുണ്ടായിരിക്കുക. അതറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ല, ഇനിയിപ്പോൾ അവർ രണ്ടുപേരും തനിച്ചാണോ, അതോ ഇനിയിപ്പോൾ ആ വിഘ്നേഷും രാകേഷും ഒക്കെ ഉണ്ടോയെന്നറിയില്ലോ. അവന്മാരെയാണ് വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. ആദർശ് പറഞ്ഞു, അതറിയാനായിട്ട് വഴിയുണ്ട്, നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്, അറിയാലോ, ഇത് ലാൻഡ് നമ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് തിരിച്ചു വിളിച്ചാൽ അറിയാം അവിടെ ആരൊക്കെയുണ്ട്, എന്താ ഇങ്ങനെയെന്നൊക്കെ തിരിച്ചു വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് സെക്യൂരിറ്റിക്കാരൻ ഫുഡൊക്കെ എടുത്തു വെക്കുവാണ് നന്ദുവിനും എനിക്കുള്ള. അങ്ങനെ എടുത്തു വെച്ച് കഴിയുമ്പോൾ തന്നെ നന്ദു അനിയും കൂടെ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും അനി പറഞ്ഞു, ചേട്ടാ, ചിലപ്പോൾ ഈ നമ്പറിലേക്ക് ഇനി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഒരു കാര്യം പറയണം. എന്ത് പറയണം? അതെ, ഞങ്ങൾ രണ്ടും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ 3-4 പേരും കൂടെ ഉണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെന്ന്. അതൊക്കെ ഞാൻ ഏറ്റു. ഇത് ചേട്ടനെ കണ്ട പോലെ ഞാൻ കണ്ടോളാം. അത് സാരമില്ല സാറേ, അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൻഡ് ഫോൺ നമ്പറിലേക്ക് കോള് വരുന്നേ. അങ്ങനെ കോള് വിളിച്ചിട്ട് ആദർശിച്ചു, ഇതെവിടാ സ്ഥലം എന്ന് ചോദിച്ചു. പൊന്മുടിയിലെ ഗസ്റ്റ് ഹൗസ് ആന്ന് പറഞ്ഞു. അല്ല, ഇന്നലെ അവിടെ ഗ്രൂപ്പായിട്ട് ആരെങ്കിലും വന്ന് മുറി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് സാറേ. അവരെത്ര പേരുണ്ട്? ഒരു 3-4 പേരുണ്ടെന്ന് പറഞ്ഞു. പനി കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ 4 പേരെന്ന്. അല്ല, അതിനകത്ത് അനിരുദ്ധ് എന്ന് പറയുന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. പെട്ടെന്ന് അയാൾ അനിയുടെ നേരെ നോക്കി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അയാൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല സാറേ, ഞാൻ അവരുടെ പേരൊന്നും ചോദിച്ചിട്ടില്ല. എങ്കിൽ ശരിയെന്നും പറഞ്ഞ് ആദർശ് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്ക് സെക്യൂരിറ്റിക്കാരൻ അനിയോട് ചോദിച്ചു, ഇത്ര മതിയോന്ന് ചോദിച്ചു. മതി ഏട്ടാ, താങ്ക്സ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അനിയോട് ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, നീ ധൈര്യമായിട്ടിരിക്കുക, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.